ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ കർണാടകയിലെ BJP MLA ഭരത് ഷെട്ടിക്കെതിരെ കേസ്. മംഗളൂരു സിറ്റി കോർപ്പറേഷനിലെ കോൺഗ്രസ് പ്രവർത്തകൻ K. അനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നടപടി. കാവൂർ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തതായി മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞ് ഭരത് ഷെട്ടി MLA പ്രകോപനപരമായി പ്രസ്താവന നടത്തിയെന്നാണ് പരാതി. സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് അറിയിച്ചു. ഷെട്ടിക്കെതിരെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും രൂക്ഷ വിമർശനം തുടരുകയാണ്. ഞായറാഴ്ച സൂറത്കലിൽ നടന്ന ഒരു സമ്മേളനത്തിലാണ് കേസിനാസ്പദമായ പ്രസ്താവന MLA നടത്തിയത്. രാഹുൽ ഗാന്ധിയെ പാർലമെന്റിനുള്ളിൽ അറസ്റ്റ് ചെയ്ത് തള്ളണമെന്നായിരുന്നു MLA പറഞ്ഞത്. ഇതിന്റെ വീഡിയോ പുറത്തു വന്നതോടെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സോഷ്യൽ മീഡിയയിലൂടെയും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി KPCC വർക്കിംഗ് പ്രസിഡന്റ് മഞ്ജുനാഥ് ഭണ്ഡാരി വാർത്താസമ്മേളനത്തിൽ BJP MLAയെ പരിഹസിച്ചും പറഞ്ഞു. അദ്ദേഹം എങ്ങനെ പാർലമെന്റിൽ പ്രവേശിക്കും? പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കാൻ ആയുധമെടുക്കുമോ? ഷെട്ടി തീവ്രവാദിയാണോ എന്നും മഞ്ജുനാഥ് ഭണ്ഡാരി ചോദിച്ചു. ഭരത് ഷെട്ടിക്ക് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു സാധാരണ പ്രവർത്തകനോട് നേരിട്ട് സംസാരിക്കാൻ പോലും കഴിയില്ലെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിക്കെതിരെ BJP നേതാക്കളുടെയും നിയമസഭാംഗങ്ങളുടെയും പൊട്ടിത്തെറിയുടെ പ്രധാന കാരണം രാഹുൽ ഗാന്ധിയെ ബാലക് ബുദ്ധി എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും ഈ പദപ്രയോഗം ഒഴിവാക്കണമെന്നും മഞ്ജുനാഥ് പറഞ്ഞു. കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിന്റെ സാന്നിധ്യം അംഗീകരിക്കാൻ കഴിയാത്തതിനാലാണ് BJP കലാപത്തിന് പദ്ധതിയിടുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ലോക്സഭയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിമർശനങ്ങൾക്കെതിരെയും പ്രതിപക്ഷം പ്രതികരിച്ചിരുന്നു. നീറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ മോദിക്ക് ഉത്തരമില്ലെന്നും ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് രാഹുലിനെ വിമർശിച്ചതെന്നും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതികരിച്ചിരുന്നു. തന്നെ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കും മോദി നേരത്തെ മറുപടി നൽകിയത് ഈ ബാലക് ബുദ്ധി എന്ന രീതിയിലായിരുന്നു. അതായത് കുട്ടികളുടെ മനസ്സ്. ചില സമയങ്ങളിൽ സഭയിൽ ആരെയെങ്കിലും കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു, ചിലപ്പോഴൊക്കെ കണ്ണിറുക്കുന്നു എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. 2018 മോദിയെ രാഹുൽ സഭയിൽ കെട്ടിപ്പിടിച്ചിരുന്നു. അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ 140 കോടി ഇന്ത്യക്കാർ നരേന്ദ്രമോദി സർക്കാരിനോട് തുംസെ നഹോ പയേഗ എന്ന് പറഞ്ഞതായി കോൺഗ്രസ് തിരിച്ചടിച്ചു. കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടി അധ്യക്ഷനും ഖനൌജ് MPയുമായ അഖിലേഷ് യാദവ് ബാലക് ബുദ്ധി പരിഹാസത്തിനെതിരെ പ്രതികരിച്ചിരുന്നു. നീറ്റിനെ കുറിച്ച് ആരും ചോദ്യം ചോദിക്കാതിരിക്കാനാണ് ഇതെല്ലാം പറയുന്നത്. ബാലക് ബുദ്ധി പറയുന്നവർ ബാലക് അഥവാ കുട്ടികൾ തന്നെയാണ്. കാരണം ആളുകൾ ആരെയെങ്കിലും തെരഞ്ഞെടുത്തപ്പോൾ അത്തരം അഭിപ്രായങ്ങൾ പറയരുത്. സർക്കാരിൽ ഇപ്പോഴും രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ബാലക് ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.